വടകര സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കലാലയങ്ങളിലെ കവിതകൾക്കായി വടകരയിൽ കാവ്യോത്സവം സംഘടിപ്പിച്ചു. വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന ശില്പശാല ഡോക്ടർ കെ.പി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പകൽ നീളുന്ന കവിതാ ശില്പശാലയിൽ ജില്ലയിലെ 20ഓളം കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശില്പശാല രാവിലെ ഡോക്ടർ കെ.പി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എ.കെ. രാജൻ ശില്പശാല വിശദീകരണം നടത്തി. വീരാൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പുറന്തോടത്ത് ഗംഗാധരൻ, പി.പി. രാജൻ, ഡോക്ടർ ജയശ്രീ വിജയരാഘവൻ, ടി.കെ. വിജയരാഘവൻ, ടി.ടി. സതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഞാനൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് കവിതയെക്കുറിച്ചുള്ള പഠനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യത തോന്നിയ, വളരെ അപ് ടു ഡേറ്റ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്ന്, ഇരാമട്ടിക്കൊക്കെ അറിയാം, ഇരാമട്ടിയെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കാവ്യവിൽപ്പത്തി എന്ന് പറയുന്ന ഒരു പുസ്തകം, എം.പി. ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം. എം.പി. ശങ്കുണ്ണി നായരെ കുറിച്ച് ധരിക്കുന്ന കുട്ടികൾ എത്രമാത്രം കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേൾക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും നിങ്ങൾ ഈ കാവ്യവിൽപ്പത്തി എന്ന് പറയുന്ന ഈ പുസ്തകം വായിക്കുകയും വേണം. നിങ്ങൾ ഇനി ഏത് പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കാൻ തീരുമാനിച്ചവരാണെങ്കിലും, ഏത് പുതിയ കാലം നിങ്ങളുടെ കൺമുമ്പിൽ സ്വപ്ന തുല്യമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും കാവ്യവിൽപ്പത്തി പോലുള്ള ഒരു പുസ്തകം കവിതാ രംഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആ കാവ്യവിൽപ്പത്തിയിൽ എം.പി. ശങ്കുണ്ണി നായർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ആലോചിക്കുമ്പോൾ എത്ര പഴഞ്ചനാണ്, എത്ര പിന്തിരിപ്പനായിട്ടുള്ള ഒരു ആശയമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് ശങ്കുണ്ണി നായർ പറയുന്നത് കവിത ഒരു സവർണ സത്യ തന്നെയാണ് എന്നാണ് എം.പി. ശങ്കുണ്ണി നായർ പറയുന്നത്. കവിത അവതരിപ്പിക്കുന്ന ഒരു ക്യാമ്പായിട്ട് ഈ ശില്പശാലയിൽ നിങ്ങൾ എല്ലാവരും മാറ്റണം. ദീർഘമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്ക് മോഹൻ മാഷിന്റെ പ്രഭാഷണം കേൾക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ ക്യാമ്പ് കൃത്യസമയം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സെഷൻസ് എല്ലാം 4:30 തീരുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക്